Students, in the last class we discussed about uses of soil and soil erosion. Now we discuss about conservation of soil. The topsoil is lost. What is left? The barren land or rocky surface. It will take thousands of years for the topsoil to regenerate. നമുക്കറിയാമല്ലോ, മേൽമണ്ണ് നഷ്ടപ്പെട്ടാൽ പിന്നെ അവിടെ അവശേഷിക്കുന്നത് എന്തായിരിക്കും? അത് ചിലപ്പോൾ ഊഷരഭൂമിയോ പാറനിരപ്പോ ഒക്കെ ആയിരിക്കും. എന്താണ് ഈ ഊഷരഭൂമി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ പാറനിരപ്പ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫലഭൂയിഷ്ടിയില്ലാത്ത മണ്ണ്. മേൽമണ്ണിലാണ് അതിൻ്റെ ഫലഭൂയിഷ്ടി എന്ന് പറയുന്നത്. മേൽമണ്ണ് പുനഃസൃഷ്ടിക്കപ്പെടാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. പ്രകൃതിയിൽ ജീവൻ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ജീവൻ്റെ നാമ്പുകൾ തുടർന്നും മുളപൊട്ടാൻ മേൽമണ്ണ് തന്നെ വേണം. ഈ മേൽമണ്ണ് ഉണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ കാർഷിക വിഭവങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ, ജീവജാലങ്ങളുടെ നിലനിൽപ്പ് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ മേൽമണ്ണിൻ്റെ സംരക്ഷണം വളരെ അത്യാവശ്യമാണ്. ടോപ്പ് സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ ദി കണ്ടിന്യൂഡ് സ്പ്രൗട്ടിംഗ് ഓഫ് ലൈഫ്. For this, conservation is the only solution. How can we conserve the soil? നമുക്കെങ്ങനെ ഈ മണ്ണിനെ സംരക്ഷിച്ച് നിർത്താൻ സാധിക്കും? ചെക്ക് ഡീഫോറസ്റ്റേഷൻ. വനനശീകരണം തടയണം. വനങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കണം. അനാവശ്യമായി മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് തടയണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ക്രോപ്പ് റൊട്ടേഷനാണ്, വിള പരിവൃത്തി. എന്താണ് വിള പരിവൃത്തി അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് cultivating the same crop continuously, different crops are raised after each harvest. അതായത് ഒരേ വിള തന്നെ തുടർച്ചയായി കൃഷി ചെയ്യുന്നതിന് പകരമായി മാറി മാറി വിളകൾ കൃഷി ചെയ്യുക. അപ്പോൾ ആ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിക്കാൻ അത് കാരണമാവും. അതാണ് വിള പരിവൃത്തി എന്ന് പറയുന്നത്, ക്രോപ്പ് റൊട്ടേഷൻ. എന്താണ് ക്രോപ്പ് റൊട്ടേഷൻ? ഇൻസ്റ്റെഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് ദ സെയിം ക്രോപ്പ് കണ്ടിന്യൂസ്ലി, ഡിഫറെൻറ്റ് ക്രോപ്സ് ആർ റേസ്ഡ് ആഫ്റ്റർ ഈച്ച് ഹാർവെസ്റ്റ്. മറ്റൊന്നാണ് മലഞ്ചെരുവുകളിലെ തട്ട് കൃഷി എന്ന് പറയുന്നത്, ടെറസ് ഫാമിംഗ് അലോങ് ഹിൽ സ്ലോപ്സ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് മലഞ്ചെരുവുകൾ. അവിടെ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അതിനെ തട്ടുകളായി തിരിച്ച് കൃഷി ചെയ്താൽ അത് മേൽമണ്ണ് ഒഴുകിപ്പോകുന്നതിന് തടയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് മലഞ്ചെരുവുകളിൽ ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുന്ന മലഞ്ചെരുവുകൾ തട്ടുകളായി തിരിച്ച് കൃഷി ചെയ്താൽ അത് മേൽമണ്ണിനെ സംരക്ഷിക്കാൻ സഹായകമാണ് എന്നാണ് പറയുന്നത്. മറ്റൊന്ന് കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, തടയണ നിർമ്മാണം. നമുക്കറിയാം, ഡാമുകൾ നിർമ്മിക്കുക, വെള്ളം തടഞ്ഞു നിർത്തുക. അപ്പോൾ ഇതോടൊപ്പം മണ്ണ് കൂടെ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, തടയണ നിർമ്മാണം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം പറഞ്ഞു വയ്ക്കാവുന്നത് കൺട്രോൾ ഓഫ് ഓവർ ഗ്രേസിങ്. നമ്മൾ സോയിൽ ഇറോഷൻ പറഞ്ഞപ്പോൾ അവിടെ ഒരു കാരണമായിട്ട് പറഞ്ഞാണ് ഓവർ ഗ്രേസിങ്ങിനെ കുറിച്ച്. അമിതമായ കന്നുകാലി മേയ്ച്ചൽ. കന്നുകാലികളുടെ ഭക്ഷണമാണ് അവ കഴിക്കുന്നത്, ഓക്കെ. എന്നാൽ പോലും അമിതമായി കന്നുകാലികൾ മേഞ്ഞാൽ അത് ആ ഭൂമി ഊഷരഭൂമിയായിത്തീരുന്നതിനും മണ്ണിൻ്റെ ഫലഭൂഷ്ടി നശിക്കുന്നതിനും കാരണമാവും. അതിനാൽ ഓവർ ഗ്രേസിങ് തടയുക, കൺട്രോൾ ഓഫ് ഓവർ ഗ്രേസിങ്. അതായത് അമിതമായ കന്നുകാലി മേച്ചിൽ തടയുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മണ്ണ് സംരക്ഷണത്തിനായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ്? ചെക്ക് ഡിഫോറസ്റ്റേഷൻ, വന നശീകരണം തടയൽ, ക്രോപ്പ് റൊട്ടേഷൻ വിള പരിവൃത്തി, ടെറസ് ഫാമിംഗ് അലോങ് ഹിൽ സ്ലോപ്സ് മലഞ്ചെരുവുകളിലെ തട്ടുകൃഷി, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ് തടയണ നിർമ്മാണം, ആൻഡ് കൺട്രോൾ ഓഫ് ഓവർ ഗ്രേസിംഗ് അമിതമായ കന്നുകാലി മേച്ചിൽ തടയൽ. ഓക്കെ. The United Nations Organization observed the 50th of December as the World Soil Day for creating awareness among the people about the importance of soil. 2015 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സോയിലായിട്ട് ആഘോഷിച്ചു തുടങ്ങി. മണ്ണ് സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായിട്ടാണ് 2015 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സോയിൽ ആയിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത്. എല്ലാ വർഷവും ഡിസംബർ 15 ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നു. അതുപോലെ തന്നെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയുണ്ട്. പെഡോളജി എന്നാണ് ഈ ശാസ്ത്രശാഖയുടെ പേര്. ഈ ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ട് ശാസ്ത്രജ്ഞരെ നമ്മൾ പെഡോളജിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? പെഡോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് science that deals with soil. The scientists associated with this branch are called pedologists. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി എന്ന് പറയുന്നത്. ഈ ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞർ അറിയപ്പെടുന്നത് പെഡോളജിസ്റ്റ് എന്നാണ്. അപ്പോൾ ഇതോടെ ഈ ചാപ്റ്റർ, അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന 3ാമത്തെ ചാപ്റ്റർ ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട്, എന്താണ് മലയാളത്തിൽ ഭൗമ രഹസ്യങ്ങൾ തേടി എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഒരു ചാപ്റ്റർ കൂടെയാണ് നമുക്ക് ഫസ്റ്റ് ടേമിലേക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.